സ്നേഹവാരിധിയായ അമ്മ, മക്കളെ വാരിപ്പുണരുന്ന ദൈവഭാവം, ആശ്ലേഷിക്കുന്ന വിശുദ്ധ എന്ന വിശേഷണം, ലക്ഷക്കണക്കിന് ആരാധകർ, ഭാരതീയ ചിന്തകളുടെ പ്രചാരക, ലാളിത്യം, പരമമായ സ്നേഹം. ഇങ്ങനെയൊക്കെയാണ് ഭക്തർക്ക് മാതാ അമൃതാനന്ദമയി. 2 പതിറ്റാണ്ടോളം സന്തത സഹചാരിയായിരുന്ന പ്രിയ ശിഷ്യ ഗായത്രി എന്ന ഗെയിൽ ട്രെഡ്വെല്ലിന്റെ ആശ്രമാനുഭവങ്ങൾ പുറത്തുവരും മുൻപ് വരെ. ഓസ്ട്രേലിയക്കാരിയാണ് ഗെയിൽ ട്രെഡ്വെൽ. 21 വയസ്സുള്ളപ്പോൾ ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗമായി അമ്മയുടെ സന്നിധിയിലെത്തി. ആയിരത്തി 1999 ആശ്രമം ഉപേക്ഷിച്ച് 2 പതിറ്റാണ്ടിന്റെ അജ്ഞാതവാസത്തിന് ശേഷം ഉള്ളുലച്ച അനുഭവങ്ങളുടെ പുസ്തകവുമായി ലോകത്തിനു മുന്നിൽ വന്നു. ഹോളി ഹെൽ, എ മെമ്മയർ ഓഫ് ഫെയ്ത്ത്, ഡിവോഷൻ ആൻഡ് പ്യുവർ മാഡ്നസ്, പുണ്യനരകം, ഭക്തിയുടെയും ആരാധനയുടെയും ശുദ്ധഭ്രാന്തിന്റെയും ഓർമ്മകൾ എന്ന പുസ്തകം വിവരിക്കുന്നത് അമ്മയുടെ ആശ്രമത്തിലെ അനുഭവങ്ങളെക്കുറിച്ചാണ്, അമ്മയുടെ തൽസ്വരൂപത്തെക്കുറിച്ച്. വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ: അക്രമകാരിയായ സ്ത്രീയാണ് അമ്മ. ആശ്രമത്തിൽ വെച്ച് അമൃതാനന്ദമയിയുടെ അറിവോടെ നിരവധി തവണ താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അമ്മയുടെ പ്രിയ ശിഷ്യൻ ബാലുവാണ് പീഡിപ്പിച്ചത്. സംഭാവനയിലൂടെ ലഭിച്ച 100 മില്യണോളം സ്വിസ് ഫ്രാങ്ക് സ്വിസ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നു. അമൃതാനന്ദമയിക്ക് നിരവധി സ്വാമിമാരുമായി ബന്ധമുണ്ട്. സ്വർണത്തോടും പണത്തോടും അമ്മയ്ക്ക് ആർത്തി. സംഭാവന കിട്ടുന്ന പണമെല്ലാം സ്വന്തം കുടുംബത്തിന് നൽകുന്നു. വൻ വാർത്താ സ്ഫോടനമായിരുന്നു അത്. ചില മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത മുക്കി. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച സജീവമായി. അപ്പോഴും ട്രെഡ്വെല്ലിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ആശ്രമത്തിൽ നിന്നുണ്ടായില്ല. വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ അമൃതാനന്ദമയിയുടെ ജീവചരിത്രകാരന്റെ പ്രതികരണം നിർണായകമായി. ദീർഘകാലം ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു പ്രൊഫസർ എം രാമകൃഷ്ണൻ നായർ. അമ്മ കഴിഞ്ഞാൽ അത്ര ആദരവുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതിന് അവർക്ക് എന്തോ ചിലത് ഉള്ളിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്നതല്ല. കാരണം അത് നമ്മളുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ല, പേഴ്സണലായിട്ട് അടഞ്ഞ മുറിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അറിഞ്ഞ സ്വഭാവം വെച്ചുകൊണ്ട് അതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. 10,000 ആൾക്കാരോളം അവിടെ സ്ഥിരതാമസക്കാർ തന്നെയുണ്ട്. ഒരു വലിയ ഉത്സവപ്പറമ്പ് പോലെ എപ്പോഴും തിരക്കാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ വയ്യ. തുടക്കത്തിൽ അനങ്ങാതിരുന്ന ആശ്രമം അധികൃതർ പിന്നീട് ട്രെഡ്വെല്ലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തുകയായിരുന്നു. ഒപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങൾക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യവും. ആശ്രമത്തിനെതിരെ മുൻപ് വാർത്തകൾ പുറത്തു വന്നപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു ആശ്രമം അധികൃതർ. കക്ഷി രാഷ്ട്രീയ നേതൃത്വം പതിവുകൾ ആവർത്തിച്ചു. അപൂർവം ചില നേതാക്കൾ മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച ആളുകൾക്കെതിരെ കേസെടുക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുന്നത്. അങ്ങനെ ഒരു മഠത്തിനെതിരായി ഒരു പുസ്തകം ഇറങ്ങിയിരിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് പ്രതികരിച്ച ആളുകൾക്കെതിരായി, സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച ആളുകൾക്കെതിരായി പോലീസ് കേസെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ടെററിസം, ഒരു ഫാസിസം ഒക്കെയാണത്. അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമില്ല. നമ്മളാരും നിയമത്തിന് അതീതരല്ല. അത് ആൾദൈവങ്ങളെന്ന് പറയുമ്പോൾ അവരാരും നിയമത്തിന് അതീതരായിട്ടുള്ള ആൾക്കാരല്ല. ഇത് മാതാമൃതാനന്ദമയുടെ മാത്രം പ്രശ്നമല്ല. അപ്പോൾ ഇത് മാതാമൃതാനന്ദമയിക്കെതിരാണ് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല വിഷയം. ഇപ്പോൾ ഫാദർ യോഹന്നാൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം പറ്റുന്ന ഒരാളാണ് ഫാദർ യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനധികൃത ഇടപാടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കള്ളപ്പണത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാതാമൃതാനന്ദമയി മഠം ഒരുപാട് വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളാണ്.
ഇവിടെ മുസ്ലിം മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പേരിലുള്ള ആൾദൈവങ്ങളും കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്താണ്? അത് ആത്മീയ പ്രവർത്തനമാണോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അത് ആ മാതാമൃതാന്തമയുടെ മാത്രമല്ല, അത് ഇവിടെ പിന്നെ ഏത് രൂപത്തിലാണെങ്കിലും ഇപ്പോൾ ഇസ്ലാമിക മതവിശ്വാസത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിന്നെ വാങ്ങി അത് ചെലവഴിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഈ യോഹന്നാനെ പോലെയുള്ള ആളുകൾ. അതിനു പുറമെ വിദേശ ഫണ്ട് ശേഖരിക്കുന്ന ആളുകളുടെ കണക്കുകൾ തന്നെ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് 7000 കോടിയോളം രൂപ കേരളത്തിലേക്ക് വിദേശ ഫണ്ട് വരുന്നുണ്ട്. പല പല സംഘടനകളാണ്. അവരിതെന്ത് ചെയ്യുന്നു? അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആത്മീയമാണ് അതെയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പണമാണെന്നുള്ളതാണ് സത്യം. അതേസമയം ശിഷ്യയുടെ വെളിപ്പെടുത്തലിന് പുറമെ ആശ്രമവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തുവന്നു. പാടം നികത്തിയതും നികുതി വെട്ടിപ്പും മുതൽ ദുരൂഹമരണങ്ങൾ വരെ. കൊല്ലം വള്ളിക്കാവിൽ മഠത്തിന്റെ പേരിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കാനായി 15 ഏക്കർ പാടം നികത്താൻ സർക്കാർ അനുമതി നൽകിയത് യാതൊരു പരിശോധനയും ഇല്ലാതെയായിരുന്നു. 2002 പാടം നികത്താൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് നൽകിയത്. പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെയും ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി അധികൃതരുടെയും കത്തുകളുടെ അടിസ്ഥാനത്തിൽ ക്ലാപ്പന വില്ലേജിലെ സർവേ നമ്പർ 371/3 മുതൽ 396/1 വരെയുള്ള 15 ഏക്കർ നിലം നികത്താൻ അനുമതി നൽകുകയായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി പ്രദേശത്ത് കൃഷി നടക്കാത്തതിനാൽ നികത്താൻ അനുമതി കൊടുക്കുന്നതായാണ് സർക്കാരിന്റെ ഭാഷ്യം. ക്ലാപ്പന പഞ്ചായത്തിൽ സമർപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം മഠം നൽകിയ ആധാരത്തിന്റെ പകർപ്പുകളുടെ ദൃശ്യങ്ങളിൽ ഈ സ്ഥലങ്ങൾ പലതും മഠത്തിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തത് 2002 ശേഷമാണെന്ന് വ്യക്തമാകുന്നു. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള നിലം നികത്താനാണ് അധികൃതർ അനുമതി നൽകിയതെന്നും രേഖകളിൽ നിന്ന് വ്യക്തം. ഈ അനുമതിയുടെ മറവിൽ പ്രദേശത്ത് വ്യാപകമായ തോതിൽ തണ്ണീർത്തടങ്ങൾ ഇപ്പോഴും നികത്തപ്പെടുകയാണ്. CRZ പരിധിയിൽപ്പെടുന്ന അഴീക്കൽ പഞ്ചായത്തും ആലപ്പാട് പഞ്ചായത്തും കുലശേഖരപുരം പഞ്ചായത്തിൻ്റെയും ക്ലാപ്പന പഞ്ചായത്തിൻ്റെയും നേരിയ പകുതി ഭാഗവും അമൃതാനന്ദമയി മഠത്തിൻ്റെ നിറയെ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾ മുഴുക്കെ ഇവിടുത്തെ നിലങ്ങൾ നികത്തിയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാൻ വരുന്ന ചെറുപ്പക്കാരെ അവിടുത്തെ മഠത്തിലെ തന്നെ കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ സാഹചര്യം മാറുന്നുണ്ട്. നികുതി വെട്ടിപ്പിനെ കുറിച്ചായിരുന്നു മറ്റൊരു വാർത്ത. കൊല്ലം വള്ളിക്കാവിലുള്ള ആശ്രമത്തിന്റെ ഭൂരിഭാഗം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ക്ലാപ്പന പഞ്ചായത്തിലാണ്. ഉടമസ്ഥാവകാശമില്ലാതെയായിരുന്നു ഇവയുടെ പ്രവർത്തനം. മഠത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നികുതി ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടാനുള്ളത്. പഞ്ചായത്തിന്റെ അനുമതി വാങ്ങാതെയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്ന് രേഖകളും വ്യക്തമാക്കുന്നു. അമൃതാനന്ദമയി മഠത്തിന് കീഴിലുള്ള വള്ളിക്കാവിലെ സ്ഥാപനങ്ങൾ നികുതി അടയ്ക്കുന്നില്ലെന്ന് കാട്ടി ഡിവൈഎഫ്ഐ 2010 ഓംബുഡ്സ്മാന് പരാതി നൽകിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മഠത്തിന് കീഴിലെ പല കെട്ടിടങ്ങളും ക്ലാപ്പന പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങാതെയാണ് നിർമ്മിച്ചതെന്ന് വ്യക്തമായി. മഠത്തിന്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്യുവാനായി രേഖകൾ ഹാജരാക്കാൻ ക്ലാപ്പന പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ 5 സ്ഥാപനങ്ങളുടെ രേഖകൾ മാത്രമാണ് മഠം ഹാജരാക്കിയത്. നിയമ നടപടികളിൽ നിന്നൊഴിവാകാനായി ഈ കെട്ടിടങ്ങളുടെ നികുതി ഇനത്തിൽ 17 ലക്ഷം രൂപയും അടച്ചു. ക്ലാപ്പന പഞ്ചായത്ത് സെക്രട്ടറി ഓംബുഡ്സ്മാന് സമർപ്പിച്ച സത്യവാങ്മൂലമാണിത്. 49 കെട്ടിടങ്ങളാണ് മഠത്തിന്റെ ഉടമസ്ഥതയിലുള്ളതെന്ന് ഇതിൽ പറയുന്നു. ഇവയുടെ നികുതി ഇതുവരെ അടച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ പഞ്ചായത്തിന് നഷ്ടമാകുന്നത്. അതായത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 49ഓളം ബിൽഡിങ്ങുകൾ ഈ ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്നു എന്ന് അന്വേഷണ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 1.5 കോടി രൂപയോളം അമൃതാനന്ദമയി മഠം ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിൽ ടാക്സ് നൽകേണ്ടതുണ്ട്. ആരാണ് അമ്മ? ആരാണ് മാതാ അമൃതാനന്ദമയി?
ലോകം മുഴുവനും ലക്ഷക്കണക്കിന് ആരാധകരും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുമുള്ള വൻകിട സ്ഥാപനങ്ങളുള്ള അമ്മ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമ്പന്നയായ ആൾദൈവം. രാഷ്ട്രീയക്കാരും അധികാരസ്ഥാനത്തുള്ളവരും പഞ്ചപുച്ഛമടക്കി കാത്തുനിൽക്കുന്ന അമ്മയ്ക്ക് പിന്നിലുള്ള അദൃശ്യ ശക്തി എന്താണ്? ഈ ചോദ്യങ്ങളാണ് അമ്മയ്ക്കെതിരെ ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു സിനിമാ കഥ പോലെ വിസ്മയിപ്പിക്കുന്നതാണ് മാതാ അമൃതാനന്ദമയിയുടെ പിൻചരിത്രം. കൊല്ലം ആലപ്പാട് പഞ്ചായത്തിലെ തീരദേശ ഗ്രാമമായ പറയക്കടവാണ് ജന്മസ്ഥലം. 1953 മുക്കുവ കുടുംബത്തിൽ ജനനം. സുഗുണാനന്ദൻ ദമയന്തി ദമ്പതികളുടെ മൂന്നാമത്തെ മകൾ സുധാമണി. നന്നേ ചെറുപ്പത്തിൽ തന്നെ കൃഷ്ണഭക്തയായിരുന്നുവെന്ന് ജീവചരിത്രകാരന്മാർ പറയുന്നു. 11ാം വയസ്സിൽ പഠനം നിർത്തി. ഭക്തിലഹരിയിലായിരുന്നു പിന്നീട് കുറെ കാലം. വിവാഹം വേണ്ടെന്ന് വെച്ചു. 1981 മുതൽ പുതിയ ഭക്തിമാർഗത്തിൽ പ്രവേശിച്ചു. പിന്നെ മഠമായി, പ്രസ്ഥാനമായി, വിവിധ സ്ഥാപനങ്ങളായി, അനവധി വിദേശ പര്യടനങ്ങൾ, ലക്ഷക്കണക്കിന് ഭക്തർ. ഭജനയും ദർശനവുമാണ് അമൃതാനന്ദമയിയുടെ പ്രത്യേകതകൾ. ചെറുപ്പം മുതലേ ഭക്തർക്ക് ദർശനം നൽകുമ്പോൾ ആലിംഗനം ചെയ്യുന്നത് നിരവധി പേരെ ആകർഷിക്കാറുണ്ട്. ആലിംഗനം ചെയ്യുമ്പോൾ എന്നിൽ നിന്ന് സ്നേഹം പ്രവഹിക്കുന്നു. ആലിംഗനം ചെയ്യപ്പെടുന്ന ആൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നോക്കാറില്ലെന്ന് അവർ പറയുന്നു. 30 വർഷത്തിനുള്ളിൽ 3.5 കോടിയോളം പേരെ ആലിംഗനം ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇതാദ്യമായല്ല മാതാ അമൃതാനന്ദമയിയും ആശ്രമവും വിവാദത്തിൽപ്പെടുന്നത്. 1/4 നൂറ്റാണ്ട് മുൻപ് ആശ്രമത്തിന്റെ വളർച്ചാഘട്ടത്തിലാണ് ആദ്യ വിവാദം. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ നാരായണൻകുട്ടി സഹൃദയനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. അമ്മ ഭക്തനായിരുന്ന നാരായണൻകുട്ടി 1990 ആശ്രമത്തിൽ വെച്ച് മരിക്കുന്നത്. ഇന്നും ഈ മരണത്തിന്റെ ദുരൂഹത മാറിയിട്ടില്ല. കൊടുങ്ങല്ലൂർക്കാരനായ നാരായണൻകുട്ടി തൻ്റെ സ്വത്തിൻ്റെ അവകാശം ചോദിക്കാനാണ് വള്ളിക്കാവിലെ മാതാ അമൃതാനന്ദമയി മഠത്തിലേക്ക് പോകുന്നത്. കൊടുങ്ങല്ലൂരിലെ തറവാട്ട് സ്വത്തായിട്ട് കിട്ടിയ ഭൂമി ഇപ്പോൾ അമൃതാനന്ദമയിയുടെ ദേവസ്ഥാനമാണ്. അതിൽ തൻ്റെ അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരായണൻകുട്ടി വള്ളിക്കാവിലേക്ക് പോകുന്നത്. വള്ളിക്കാവിലെത്തിയ നാരായണൻകുട്ടി മഠത്തിലെ ഭരണത്തിൻ്റെ തലപ്പത്തുള്ള രമേശ് റാവു എന്ന് പറയുന്ന അധികാരിയുമായിട്ട് തർക്കത്തിലാവുകയും അതിനുശേഷം അവിടെ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും അവിടെ നിന്ന് മരണാസന്നമായ നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുകയുമാണ് ചെയ്തത്. അവിടെ വെച്ച് നാരായണൻകുട്ടി മരിച്ചു. നാരായണൻകുട്ടി മരിച്ചെങ്കിലും ഈ മരണത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. 2002 യുക്തിവാദിയായ ശ്രീനി പട്ടത്താനം ആശ്രമവുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണങ്ങളെക്കുറിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഒടുവിൽ ആന്റണി സർക്കാർ പുസ്തകം നിരോധിച്ചു. 2007 ജൂണിൽ തെഹൽക്ക ഇന്ത്യയിലെ ആൾദൈവങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ലേഖനം പ്രസിദ്ധീകരിച്ചു. ശ്രീ രവിശങ്കർ, ബാബ രാംദേവ് എന്നിവർക്കൊപ്പം മാതാ അമൃതാനന്ദമയിയുടെ ആസ്തികളെയും കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് സക്കറിയ മാതൃഭൂമിയിൽ ലേഖനമെഴുതി. കേരള യുക്തിവാദി സംഘം അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു പുരോഗതിയും ഉണ്ടായില്ല. പിറ്റേ വർഷം ഡോക്ടർ സുകുമാർ അഴീക്കോടും അമ്മയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞു. ഇതിനിടെ പലതവണ ആശ്രമവും സ്ഥാപനങ്ങളും വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതായി ആരോപണമുയർന്നിട്ടുണ്ട്. 2 തവണ മാതാ അമൃതാനന്ദമയിക്കെതിരെ വധശ്രമമുണ്ടായതായി പറയപ്പെടുന്നു. 2005 ആദ്യ സംഭവം. പവിത്രൻ എന്ന ഭക്തൻ കത്തിയുമായി അമൃതാനന്ദമയിക്കെതിരെ പാഞ്ഞെടുത്തു എന്നതാണ് ആദ്യ കേസ്. ഇയാൾ മനോരോഗിയാണെന്ന് ആശ്രമം അധികൃതർ പിന്നീട് പറഞ്ഞു. രണ്ടാമത്തേത് 2012 സത്നാം സിംഗ് സംഭവം. ആശ്രമത്തിൽ ദർശനം നൽകുമ്പോൾ ബീഹാറുകാരനായ വിദ്യാർത്ഥി
അമൃതാനന്ദമയിയുടെ നേരെ പാഞ്ഞെടുത്തു എന്നായിരുന്നു ഈ കേസിലും ആശ്രമത്തിന്റെ വിശദീകരണം. പിന്നീട് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട സത്നം സിംഗ് അന്തേവാസികളുടെയും ജീവനക്കാരുടെയും ക്രൂരമർദ്ദനമേറ്റ് മരിക്കുകയായിരുന്നു. 70 മുറിവുകളാണ് മൃതശരീരത്തിലുണ്ടായിരുന്നത്. 2 വധശ്രമ കേസിലും അമൃതാനന്ദമയിക്കുണ്ടായിരുന്ന പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നതാണ് ഫലം. കാരണം 77 മുറിവുകൾ പോസ്റ്റ്മോർട്ടത്തിൽ ലിസ്റ്റ് ചെയ്തതിൽ 26 മുറിവുകളും അന്നുണ്ടായതായിരുന്നില്ല. അന്ന് എന്ന് പറയുന്നത് മരണം സംഭവിച്ച ഓഗസ്റ്റ് 4-ാം തീയതി ഉണ്ടായതായിരുന്നില്ല. ഓഗസ്റ്റ് 4-ാം തീയതി ഉണ്ടായിരുന്ന 51 മുറിവുകളും ചുവന്ന് തടിച്ച് ശരീരത്തിൽ കാണാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് മരണകാരണമായ 12, 14, 15 മുറിവുകൾ ഉൾപ്പെടെ 26 മുറിവുകൾ സംഭവിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മുറിവുകളൊക്കെ തന്നെ നീല നിറത്തിലുള്ളവയായിരുന്നു. ഈ 15ാമത്തെ മുറിവാണ് ഏറ്റവും മാരകമായ മുറിവ്. അത് തലച്ചോറിനേറ്റ ക്ഷതം കൊണ്ട് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കുന്ന കാരണമാക്കിയ മുറിവാണ്. അത് സംഭവിച്ചത് 3 ദിവസം മുമ്പാണ് എന്ന് വ്യക്തമായ സൂചനകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. 3 ദിവസം മുമ്പ് സത്നാം സിംഗ് ഉള്ളത് അമൃതാനന്ദമയി മഠത്തിലോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലോ ആണ്. ഈ 2 സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചാണ് മുറിവുകൾ സംഭവിച്ചിരിക്കാൻ സാധ്യത. പക്ഷേ കൂടുതൽ സാധ്യത നമ്മുടെ മുന്നിലുള്ളത് മഠത്തിൽ വെച്ച് സംഭവിച്ചു എന്നുള്ളതാണ്. 2 വർഷം മുൻപ് നഴ്സസ് സമരം കേരളമെങ്ങും ആഞ്ഞടിച്ചപ്പോഴും ആശ്രമം അധികൃതരുടെ ശരിയായ മുഖം കണ്ടു. കൊച്ചി അമൃത ആശുപത്രിയിൽ സമരം ചെയ്ത നഴ്സുമാരെ നേരിട്ടത് സംഘപരിവാറിന്റെ ഗുണ്ടകളാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ അവരുടെ ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സസ് പോലുള്ള സാധാരണ ജീവകാരുണ്യപ്രവർത്തനം നടത്തുന്ന പെൺകുട്ടികൾക്ക് ന്യായമായ ശമ്പളം പോലും കൊടുക്കുന്നില്ല എന്നുള്ള പരാതി പത്രങ്ങളിൽ വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വ്യാജമുഖം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നടക്കുക എന്ന് പറയുന്നത് വളരെ വിദേശ കുത്തകൾ ഇവിടെ ട്രസ്റ്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഏത് വിദേശിക്കും വന്ന് ഇവിടെ എത്ര ദിവസം കൊണ്ട് താമസിക്കാം. അതുപോലെ തന്നെ വിദേശ സംഭാവന ഇഷ്ടം പോലെ സ്വീകരിക്കുന്ന സുതാര്യമായ നിയമങ്ങൾ നമുക്കുണ്ട്. FCRA ATG എന്നൊക്കെ പറയുന്ന നിയമപ്രകാരം വിദേശ സമ്പാദ്യം സ്വീകരിക്കാവുന്നതാണ്. ഈ സമ്പാദ്യം സ്വീകരിക്കുന്നതിന് കാരുണ്യ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് കാരുണ്യപ്രവർത്തനത്തിന് വേണ്ടി വിദേശത്ത് നിന്ന് പലരും സംഭാവന കൊടുക്കുന്നു. സംഭാവന എന്നുള്ള വ്യാജേന ഈ പണം ഇവർക്ക് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭാവനയല്ല കൊടുക്കുന്നത്, ഇതിവിടെ മറ്റ് വ്യവസായങ്ങൾ ചെയ്യുന്നതിനുള്ള മൂലധനം കൊടുക്കുകയാണ്. ഇങ്ങനെ ആശ്രമവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയരുമ്പോഴെല്ലാം കാരുണ്യത്തിന്റെ ആളുരൂപത്തിന്റെ തൽസ്വരൂപം പുറത്തു വരുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഒടുവിൽ സ്വന്തം ശിഷ്യ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും മാതാമൃതാനന്ദമയി ആശ്രമവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തുമുള്ള ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരം വാർത്തകൾ വരുന്നു പോകുന്നു. അത് പോട്ട ആശ്രമമായാലും കാരന്തൂർ മർക്കസായാലും ഒരേ ആയുസ്. സത്യസായി ബാബ, ശ്രീ ശ്രീ രവിശങ്കർ, ബാബ രാംദേവ് തുടങ്ങി ഒട്ടനവധി പച്ച മനുഷ്യരായ ദൈവങ്ങൾ ഈ പട്ടികയിൽ വന്നും പോയും ഇരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ ആൾ ദൈവങ്ങളെന്ന് പറയുന്നത് അവർ സന്യാസിമാരാണെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് എല്ലാ സുഖഭോഗങ്ങളും ഏത് മാർഗത്തിലൂടെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു മാർഗം സ്വീകരിച്ചവരാണ് നമ്മുടെ ഈ ആൾ ദൈവങ്ങളെന്ന് പറയുന്നത്. എങ്ങനെയും കാശുണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുക. അപ്പോൾ അതിൻ്റെ ഫലമായി അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളെന്ന് ധീരേന്ദ്ര ബ്രഹ്മചാരി ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ്. അയാൾ സ്വാമി ആയിരിക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയുമായി എടുത്ത ചങ്ങാത്തം പുലർത്തുകയും തോക്ക് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് തോക്ക് നിർമ്മാണ ഫാക്ടറി നടത്തിയിരുന്ന ആളാണ്. അതേസമയത്ത് സ്വാമി ചന്ദ്രസ്വാമി എന്ന് പറയുന്ന മറ്റൊരു സ്വാമി, അയാൾ വിദേശ രാഷ്ട്രത്തലവന്മാരുമായിട്ട് തന്നെ ചങ്ങാത്തം പുലർത്തിയും കമ്മീഷൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരു സ്വാമിയാണ്. പിന്നെ സ്വാമി സദാചാരി, അയാൾ അവസാനം തിഹാർ ജയിലിൽ കിടക്കുകയാണ്. കാരണം ഈ ലൈംഗിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റം ചെയ്തതിന്. അങ്ങനെ വരുന്നൊരു പരമ്പരയിൽ നമ്മൾ അവസാനത്തെ നിത്യാനന്ദൻ്റെ കേസുകൾ നമുക്കറിയാം. അങ്ങനെ ഇപ്പം ഭഗവാൻ രജനീഷ്, ഇങ്ങനെ ഒരുപാട് കഥകൾ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പിന്തുടർച്ചയിലൂടെ വരുന്നതാണ് ഇത്തരം ഈ സ്ഥാപനങ്ങൾ. ഇവരെല്ലാവരും തന്നെ പൊതുജനങ്ങളുടെ മുമ്പിൽ വലിയൊരു ഇമേജ് സൃഷ്ടിക്കുകയും ഇവരുടെ പ്രവൃത്തികൾ അധർമ്മപരവുമായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം കൈപ്പറ്റുന്ന മഠം എന്ന നിലയിൽ മാതാ അമൃതാനന്ദമയി ആശ്രമത്തിനെതിരെ ഉയരുന്ന പുതിയ ആക്ഷേപങ്ങളിൽ അന്വേഷണം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ബലാത്സംഗവും വിദേശത്ത് പണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. 6 വർഷം മുൻപ് സന്തോഷ് മാധവൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട്
ആൾദൈവ വേട്ടയെക്കുറിച്ച് ഓർക്കുക. വൻ ദൈവങ്ങളുടെ പടിവാതിൽക്കലെത്തിയപ്പോൾ മിക്ക മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുട്ടുവിറച്ചു. ഈ കേസുകളെല്ലാം ഇപ്പോൾ ഉറങ്ങുകയാണ്. പല ആൾദൈവങ്ങളും വിശ്രമത്തിന് ശേഷം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ഈ കേസുകൾ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അവസ്ഥ? അനന്തമായി നീളുന്ന കേസുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ചേകന്നൂർ മൗലവി കേസും അഭയ കേസും ഉദാഹരണം. മാതാ അമൃതാനന്ദമയ്യെ പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആരോപണങ്ങൾക്ക് മറയിടുന്നത്. എന്നാൽ ആരോരും അറിയാതെ നാട്ടിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയോ ഉണ്ട്. ഈ ആൾദൈവം എന്ന് പറയുന്നത് വെറും ഒരു ചിത്രം മാത്രം, ഒരു പടം മാത്രമാണ്, ഒരു വട്ടപൂജ്യമാണ്. ഇതിൻ്റെ പിന്നിൽ വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അവർ ഇതിൻ്റെ പിന്നിൽ ഇരുന്നുകൊണ്ട് ലാഭം കൊയ്യുന്ന വ്യവസായങ്ങൾ ചെയ്യുന്നുള്ളതാണ്. ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ ഇത് അമ്മയ ദൈവോ എന്ന് 100 പ്രാവശ്യം പറയുമ്പോൾ പാവപ്പെട്ട വിശ്വാസി ഇതങ്ങ് വിശ്വസിച്ചിട്ട് വലിയൊരു പ്രചരണം ഉണ്ടാക്കിയിട്ട് ഇവരുടെ വ്യവസായങ്ങൾ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും പാവപ്പെട്ടതിനെ ആകർഷിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം കാരുണ്യ പ്രവർത്തനമാണ്. ഈ കാരുണ്യ പ്രവർത്തനമാണ് ഭീകര പ്രവർത്തനമായത്. ഇത് സാധാരണക്കാരനെ വശീകരിക്കുന്ന ഏറ്റവും അപകടകരമായ പ്രവർത്തനമാണ് കാരുണ്യ പ്രവർത്തനം. കാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ വൻ വ്യവസായങ്ങൾ നടത്തി ലാഭങ്ങൾ കൊയ്യുകയാണ് ഇത്തരം സ്ഥാപനങ്ങൾ. അതിന് ഇവർ ഇന്ത്യയിൽ മാത്രമല്ല, ഇവർക്ക് വിദേശ കുത്തകളുമായിട്ട് തന്നെ ബന്ധമുണ്ടെന്നുള്ളതാണ്. ഇപ്പം അമൃത പോലുള്ള സ്ഥാപനത്തിന് ഈ വൈദേശിക ബന്ധം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് അവരുടെ ജന്മദിനാഘോഷം നടക്കുമ്പോൾ സാക്ഷാൽ അംബാനിയാണ് അവിടുത്തെ മുന്നൊരുക്കങ്ങൾ പരിശോധിക്കാനായിട്ട് ഓടി നടന്നവരാണ്. ഭരണകൂടത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും വിധേയത്വമാണ് ഇവിടെ പ്രശ്നം. എത്ര വലിയ ആൾദൈവമാണെന്ന് പറഞ്ഞാലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് തുറന്നു കാണിക്കാനും അത് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും. ഇപ്പം നടന്നിട്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം മാതാമൃതാനന്ദമായി ഇന്ന് റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്ഥാപനം നടത്തുന്ന ഒരു മഠമാണ്. അവിടെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടില്ല എന്ന് വെളിപ്പെടുത്താൻ അത് അമൃതാനന്ദമായി മഠം ഒരു പത്രക്കുറിപ്പ് ഇറക്കിയുകൊണ്ട് അത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. മഠത്തിനെതിരായ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ മഠം പറയുന്നു അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ വിശദീകരണം മാത്രമാണ്. പക്ഷെ ഗവൺമെൻറ്റാണ് പറയേണ്ടത് ഞങ്ങൾ അന്വേഷണത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെ അങ്ങനെ പറയാം. അവരുടെ ഈ എഴുത്തുകാർ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലൂടെ വന്നിരിക്കുന്ന തെറ്റാണെന്ന് ഗവൺമെൻറ് ബോധ്യപ്പെട്ടിരിക്കും. ഗവൺമെൻറ് തന്നെ അന്വേഷണം നടത്തിയിരിക്കുന്നു. എന്തൊക്കെ വെളിപ്പെടുത്തലുകൾ വന്നാലും മനോരോഗം ബാധിച്ച പോലെ ഒരു യുക്തിയുമില്ലാതെ ഭക്തരുടെ ഒഴുക്ക് നിലയ്ക്കാത്തിടത്തോളം ഇങ്ങനെ അടക്കിയൊതുക്കി വെച്ച സത്യങ്ങൾ ഒരിക്കൽ ആവരണം പൊട്ടിച്ച് പുറത്തു വരും. ഇതുപോലെ താൽക്കാലിക ചർച്ചകളും നടക്കും.